ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 27 മിനിറ്റും കൂടെ ഉണ്ടെന്നാണ് അനന്തു സഹോദരൻ നമ്മോട് പറയുന്നത്. ഇവിടെ കുമരകം റോഡിലുള്ള കിളിക്കോട് ഫാമിലി റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ കള്ള് നല്ല അടിപൊളി കുമരകത്തെ കള്ളും ട്രൈ ചെയ്യാം, പിന്നെ ഇവിടുത്തെ ഫുഡും ട്രൈ ചെയ്യാം. നല്ല അടിപൊളി തെങ്ങുകളായിരിക്കില്ലേ? അതെ, മധുരക്കള്ളാണ്. അപ്പോൾ കരിമീൻ ഒന്ന് അൺബോക്സ് ചെയ്യും ഗൈസ്. അൺബോക്സിങ് ഗ്രൂപ്പ് കരിമീൻ ഗൈസ്. അപ്പോൾ നമ്മൾ കിളിക്കോട് ഫാമിലി റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു. ഇനിയിപ്പം നേരെ കുമരകത്തേക്ക് പോകാം. ഹൗസ് കുമരകം, how's this place? Do you like the backwaters? Okay, thank you. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് പാലയിലാണ്. ഇതിൻ്റെ സുഹൃത്ത് അനന്തു. നമ്മൾ മുമ്പത്തെ വ്ളോഗിൽ അനന്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുമരകത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുമരകത്തെ കുറച്ച് വിഷ്വൽസും അതുപോലെ നമ്മുടെ പാലാ ടു കുമരകം റൈഡും കൂടെയാണ്. അപ്പം നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ പാലായിൽ നിന്ന് വിട്ട് നേരെ ഏറ്റുമാനൂർ വഴി ഇപ്പം കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി കല്ലറന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടല്ലേ? അതെ അതെ, ഇനി 27 മിനിറ്റും കൂടെ ഉണ്ടെന്നാണ് അനന്തു സഹോദരൻ നമ്മോട് പറയുന്നത്. ഏതായാലും പാടമൊക്കെ കിടിലം പോലത്തെ പാടമാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് 2 സൈഡും പാടം കേട്ടോ. പാടത്തിനിടയിൽ കൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം ഹൗസ് ബോട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുമരകം ബേർഡ് സാഞ്ചുറി ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഉള്ളു. ഇവിടുന്ന് റൈറ്റ് ഇപ്പം നേരെ പോവുകയാണെങ്കിൽ കുമരകം. ഇവിടെ ഞാൻ കയറി പോയി. ഇവിടെ ഒരു ഹൗസ് ബോട്ടിന്റെ വാട്ടർ സ്കേച്ച് ഉണ്ട്. ബേർഡ് സാഞ്ചുറിയാ. ഇതാണ് കുമരകത്തില് താജ് 7 സ്റ്റാർ റിസോർട്ട് ആൻഡ് സ്പാ ഉള്ളത്. നമുക്കിവിടെ ഇഷ്ടംപോലെ പാടവും കണ്ടവും ഒക്കെ കാണാം. കഴിച്ച അപ്പോൾ നമ്മളിവിടെ കുമരകം റോഡിലുള്ള കിളിക്കോട് ഫാമിലി റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള എക്സ്പ്ലോറും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഓരോ മറ്റേ കൂപ്പയാട്ടല്ലേ? അവിടെ ഒരു കൂപ്പ. നമുക്ക് നല്ല എസ്തറ്റിക് ആയ സ്ഥലം നോക്കിയിരിക്കും. അങ്ങോട്ട് പോയി. അവിടെ ഇരിക്കാം. ആള് വെട്ടം കാണുന്നില്ല. ഇവിടാണെങ്കിൽ വെട്ടം കാണും. എനിക്ക് എടുക്കണ്ട്. ലൈറ്റ് ലൈറ്റ് വേണം. നല്ല ഫാനുള്ള അടുത്ത് അവിടെ നല്ല വെളിച്ചമല്ലേ? നല്ല വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ കിളിക്കോട് ഷാപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ കള്ള് നല്ല അടിപൊളി കുമരകത്തെ കള്ളും ട്രൈ ചെയ്യാം, പിന്നെ ഇവിടുത്തെ ഫുഡും ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ കള്ള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കള്ള് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി തെങ്ങുകളായിരിക്കില്ലേ? അതെ, മധുരക്കള്ളാണ്. നമുക്ക് കള്ള് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കള്ളപ്പം
ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കള്ളപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നമുക്ക് ഈ കരിമീനൊന്ന് അൺബോക്സ് ചെയ്യാൻ. അൺബോക്സിങ് ബ്യൂട്ട് കരിമീൻ. കരിമീൻ്റെ മണം വരുന്നുണ്ടല്ലോ. കരിമീൻ നല്ല ഓപ്പൺ കരിമീൻ. എൻ്റെ മോനെ ഇത് ജൈജാനി കരിമീനാണോടാ. വാവ്, മുന്തിരിക്കുണ്ട് കേട്ടോ. നല്ല അടിപൊളി കരിമീൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പന്നിക്കറി ഉണ്ട്, പിന്നെ കുറച്ച് കക്കയിറച്ചി, കക്ക ഫ്രൈ ഉണ്ട്. നമുക്ക് ആദ്യം കരിമീനൊന്ന് കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. കരിമീൻ ഇങ്ങനെ കുറച്ചെടുത്ത്, ഓ എന്ത് ചൂടാടാ, നല്ല ചൂട്. ഇങ്ങനെ എടുത്ത് എൻ്റെ മോനെ സ്പൈസി, നല്ല സ്പൈസി, നല്ല ഒരു രക്ഷയില്ല കേട്ടോ കരിമീൻ. കുറച്ചുകൂടെ എടുത്ത് പൊളപ്പം സാധനം, എൻ്റെ ഒരു രക്ഷയില്ല. പൊളപ്പം സാധനം, പൊളപ്പം കരിമീൻ. കക്കയിറച്ചി നോക്കിക്കേ, കക്കയിറച്ചി ട്രൈ ചെയ്തോളാം. തിരക്കാട്ടില്ല, അത്യാവശ്യം നല്ലതാണ്. ലാസ്റ്റ് പന്നിയും കൂടെ ട്രൈ ചെയ്യാം. പന്നിയുടെ നെയ്യുള്ള ഭാഗമാണിത്. പന്നി കുറച്ച് തണുത്തായിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പൈസിയാണ്. നല്ല കുരുമുളക് ഇട്ട് വലത്തിയ പന്നിയാണിത്. ഇപ്പോഴും കഴിച്ച് നിങ്ങൾ ഈ ഒരു കുമരകം ഭാഗത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റാണിത്. റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. റേറ്റും കാര്യങ്ങളും നമ്മൾ കഴിച്ചതിൻ്റെ റേറ്റ് കഴിച്ചതിൻ്റെ റേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാം ട്രൈ ചെയ്യാം. നിങ്ങൾ കഴിച്ചോട്ടെ. ഓക്കെ ബൈ. ഗൈസ്, നമ്മളിവിടുന്ന് ഏതാണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല സ്പൈസി ഫുഡായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അത്യാവശ്യം നല്ല സ്പൈസി ഫുഡാണ്. അതായത് ഇതൊരു എന്താ പറയുക, ഈ കരിമീനാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്പൈസ് നമുക്ക് കിട്ടിയത് കക്കയിറച്ചി നല്ല സ്പൈസി ആയിരുന്നു. അതുപോലെ തന്നെ പന്നിക്കറിക്ക് നല്ല കുരുമുളക് ഇങ്ങനെ വെതറി ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പം എരിച്ചിട്ട് നിൽക്കാനിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വ്ളോഗിൽ അപ്പോൾ നമ്മൾ കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു. നല്ല അത്യാവശ്യം സ്പൈസി ഫുഡായിരുന്നു അല്ലേ? ചെമ്മീൻ പൊള്ളിച്ചത്, കരിമീൻ പൊള്ളിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ കുമരത്തേക്ക് വിടാം. ഗായ്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. ഇതാ ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായലിലെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതാല്ലേ വ്യൂ? നല്ല പീസ്ഫുൾ ആയ സ്ഥലമല്ലേ? നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ ഒട്ടുമിക്ക 1-2 ഹൗസ് ബോട്ടൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ഹൗസ് ബോട്ട് ഇപ്പം സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്റ്റീവ് അല്ലേ? അത്യാവശ്യം ടൂറിസ്റ്റുകൾ. എനിക്കൊന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ടൈം അല്ലായിരുന്നോ? അപ്പോൾ ലഞ്ച് ടൈം എല്ലാവരും ചിലപ്പോൾ പുറത്ത് പോയി കഴിച്ചിട്ട് പിന്നെ ഹൗസ് ബോട്ടൊക്കെ ഒരു വെയിൽ 3 മണിയായപ്പോഴത്തേക്കും പിന്നെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ഒരു ഹൗസ് ബോട്ട് നമുക്ക് അവിടെ ഇപ്പം സ്റ്റാർട്ടായി. ഇവിടെ ഹൗസ് ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേറെ കുറച്ച് ടൂറിസ്റ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയല്ലോ, ഒരു 3 മണിയൊക്കെ ആയി. അപ്പോൾ അത്യാവശ്യം എല്ലാം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഹായ്, how's Kumaragam? How's this place? Beautiful. Do you like the backwaters? Yeah. Okay, thank you. ചുമ്മാ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാ. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ട് കാണാം. നമ്മളിപ്പോൾ പോകുന്നത് നേരെ തണ്ണീർമുക്കം ബണ്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അല്ലേ എന്തോ? യെസ്, തണ്ണീർമുക്കം ബണ്ട് എന്ന് വെച്ച് കഴിയുമ്പോൾ കോട്ടയം ജില്ല ആലപ്പുഴ ജില്ലയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബണ്ട് പാലം. അതെ, കായലിന് കുറുകെയുള്ള. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതെല്ലാം ഇങ്ങനത്തെ ചെറിയ പാലങ്ങളുണ്ട്. ചെറിയ കുഞ്ഞു തോണിയൊക്കെ നമുക്ക് ആൾക്കാർ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പൊക്കി നടത്തി.
നമുക്കിവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ സാധിക്കും. ഹൗസ് ബോട്ട് ഉണ്ട്, നോർമൽ ബോട്ട് സർവീസ് ഉണ്ട് ആലപ്പുഴയ്ക്ക്. അതെ, ഹൗസ് ബോട്ടുണ്ട്, ചെറിയ ബോട്ടുകളുണ്ട്. ഇതൊക്കെ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിട്ട് വരും ഗൈസ്. ഇത് മീനച്ചിലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കുമരകം. മീനച്ചിലാറ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് കോട്ടയത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുമരകം വരെ, ഇലവീഴ പൂഞ്ചിറയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങ് വരെ എത്തി ഗൈസ്. ഗൈസ് നിങ്ങൾ ഈ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ആ സൈഡ് കോട്ടയം. അതെ അതെ, ആ സൈഡ് കോട്ടയം വരുന്നതാണ്, ഈ സൈഡ് ആലപ്പുഴ. നമ്മളിപ്പം നിലവിലിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നേരെ പാലായിൽ നിന്ന് വണ്ടി എടുത്തു, കുമരകത്ത് വന്നു. അതിന് മുമ്പ് നമ്മുടെ കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി കള്ളും അതുപോലെ തന്നെ കരിമീനും ട്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ തണ്ണീർമുക്കം ബണ്ടിലേക്ക് വന്നു, ബണ്ട് കണ്ടു. സോ ഇന്നത്തെ വ്യൂ നല്ല അടിപൊളി കുറേ ഹൗസ് ബോട്ട് കണ്ടു. അതെ, കുറേ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇനിയും ഇതുപോലത്തെ ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ ഫുഡ് റിവ്യൂസും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവിടെ വരെ ഗുഡ് ബൈ. ബൈ, സ്റ്റേ ട്യൂൺ.